നമസ്കാരം. കുവൈറ്റിലും ഇറാന്റെ മിസൈൽ ആക്രമണം. വൈദ്യുത നിലയവും ജലശുദ്ധീകരണ പ്ലാന്റും തകർന്നിട്ടുണ്ട്. സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒട്ടേറെ പേർക്ക് പരിക്ക് പറ്റിയെന്ന റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഖത്തറിനു നേരെ 2 വട്ടം മിസൈൽ ആക്രമണം ഉണ്ടായി. ഒരു കുട്ടിക്ക് പരിക്ക് പറ്റിയിരുന്നു. വൈദ്യുത നിലയത്തിൽ മിസൈൽ ആക്രമണം മൂലമുണ്ടായ തീ അണച്ചിട്ടുണ്ട്. വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. പ്ലാന്റ് തകർന്നത് കുടിവെള്ള വിതരണത്തെ ബാധിച്ചേക്കും. കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US താവളങ്ങൾ ആക്രമിച്ചെന്നും ഒമാനിലെ US റഡാർ സംവിധാനം തകർത്തെന്നും ഇറാൻ സേന പറഞ്ഞിരുന്നു. എന്തായാലും സംഘർഷത്തിൽ അയവില്ലാതെ തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒമാൻ തീരത്ത് കുടുങ്ങിയ ചരക്കു കപ്പലുകൾ 30 ദിവസത്തിനകം യാത്ര തുടരണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അമേരിക്കയോടുള്ള പകയടങ്ങാതെ ഇറാൻ ഇപ്പോഴും ആക്രമണം നടത്തി വരികയാണ്. ഗൾഫ് മേഖലകളിലുടനീളം ഇറാന്റെ ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്.